വക്രദൃഷ്ടി തുടരുന്നു. VM സുധീരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറിയെന്ന് വിചാരിച്ച് പിണറായി സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചു എന്ന് കരുതേണ്ട. ഒന്നാന്തരം ഗാന്ധിയനായ MM ഹസൻ്റെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ഗാന്ധിയൻ സ്വപ്നമാകും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക. അവര് നടത്താൻ പോണത് വിദേശ മദ്യഷാപ്പല്ലേ ചേട്ടാ. അതിന്റെ പുറകിൽ ഒരുപാട് ബിസിനസ് കള്ളക്കളികളുണ്ട്. ഫലത്തിൽ കേശ് പറഞ്ഞതുപോലെ ഈ ബാർ എനിക്കൊരു പാരയായിട്ട് തീരും. മദ്യവർജന കമ്മിറ്റി, മദ്യവർജന കമ്മിറ്റി, മദ്യവർജന കമ്മിറ്റി. മംഗലംജി ഇറങ്ങിയാട്ടെ. മംഗലജി, ഇവിടെയാണ് ബാർ വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. ഈ മദ്യനയത്തെ അട്ടിമറിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നു. സർക്കാരിനെ പ്രലോഭിപ്പിക്കുവാൻ മദ്യ കച്ചവടക്കാർ ശ്രമിച്ചു. സർക്കാരിനെ ശക്തിയായി ആക്രമിക്കാൻ മദ്യ നിരോധന സമിതിക്കാർ ശ്രമിച്ചു. പക്ഷേ ഇതിനെല്ലാം ചിലതിനെ അവഗണിച്ചുകൊണ്ടും ചിലതിനെ പരിഗണിച്ചുകൊണ്ടും കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു ശക്തമായ തീരുമാനമെടുത്തു. മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു. നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുള്ളത് പണം കൊടുത്ത് വോട്ട് സ്വാധീനിക്കും. അതാണ് പത്രങ്ങൾ എഴുതിയത്, വോട്ടിന് നോട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് വോട്ടിന് ഷാപ്പ്, വോട്ടിന് ബാർ. അതായിരുന്നു വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റി. ഒരു വർഷമായപ്പോൾ UDFിൻ്റെ മദ്യനയത്തെ അട്ടിമറിച്ചുകൊണ്ട് LDF കൊണ്ടുവന്ന ഈ മദ്യനയം അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്നതാണ്. ഒരു കവിതയിലൂടെ സർക്കാരിൻ്റെ മദ്യനയത്തെ ആക്രമിക്കാൻ ഹസൻജി തുനിയുകയാണ്. ഇനി കേരളം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പക്ഷെ കേരളത്തിൽ ഇനി കേരളത്തെക്കുറിച്ച് കവികൾ എഴുതുമ്പോൾ അവർക്ക് എഴുതാം, ഞാൻ തളരാതെ വളരും, ആർക്കും എന്നെ തടുക്കാനാവില്ല. എന്റെ പുതിയ ഗാനം കേട്ടോ. ഗംഗയാർ ഒഴുകുന്ന നാടേ എന്ന് ഭാരതത്തെക്കുറിച്ച് കവി പാടിയതുപോലെ ഈ മദ്യമൊഴുകുന്ന മലയാള നാടേ എന്നായിരിക്കും ഇനി കവികൾ എഴുതാൻ പോകുന്ന പാട്ടുകൾ. റിയലിസ്റ്റിക് പോയട്രി ആർക്കും പിടികിട്ടും. 44 നദികൾ കേരളത്തിൽ ഒഴുകുന്നു. അതിന് സമാന്തരമായി കേരളം ഒട്ടക്ക് ഒരു മദ്യപ്രഭാരം. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? കേരളം ഒട്ടക്ക് അവിടെ നിന്ന് നമ്മുടെ പിന്നെ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ മുതൽ ഇങ്ങ് കിള്ളിയാറ് വരെ രണ്ട് മദ്യ പ്രവാഹത്തിന് സമാന്തരമായി മദ്യത്തിൻ്റെ വലിയ ഒരു പ്രവാഹമാണ്. പ്രവാഹമേ ഗംഗാ പ്രവാഹമേ. പിന്നെ ഇപ്പോൾ ഒരു ബാക്കിയുള്ളത് രണ്ടും വിഷജലമാണ്. നമ്മുടെ 44 നദികളും മലിനജലം കൊണ്ട് പൂർണ്ണമായും വെള്ളം കുടിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് വിചാരിച്ചില്ല. താങ്ക് യു. മദ്യപാനത്തെ മഹത്വവൽക്കരിക്കുന്നതിൽ സിനിമയ്ക്ക് പങ്കുണ്ടെന്ന് ആക്ഷേപമുണ്ട്. മദ്യം വിഷമാണ് എന്നും നായകൻ പറഞ്ഞത് പലരും മറന്നുപോയി. ഹസൻജി അത് ഓർത്തെടുക്കുകയാണ്. ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നൊരു ഡയലോഗുണ്ട്. മോഹൻലാൽ മദ്യം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നായിക വെള്ളമെടുക്കട്ടെ എന്ന് ചോദിക്കുന്നു. മോഹൻലാൽ പറയുന്നു, ഒരു അമ്പലക്കുളത്തിൻ്റെ മുമ്പിലാണ് അവരിയ്ക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇതിലെ വെള്ളം മതി. ഈ വെള്ളം ഒഴിക്കുമ്പോൾ ആ നായിക ചോദിക്കുകയാണ്, ഇത് വിഷജലമല്ലേ, വിഷത്തിൻ്റെ കൂടെ വിഷമല്ലേ നന്നായി ചേരുന്നു എന്താ പറയുക. സോഡായ്ക്കും വെള്ളത്തിനും പകരം ഇതാണ് പറ്റിയതെന്ന് മോഹൻലാൽ പറയും.
രണ്ടും വിഷജലമാണ്. ഒരു 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? അവന് മിണ്ടാതിരിക്കാൻ പറ്റില്ല. KPCCയുടെ മദ്യവിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വിളിച്ച സ്വന്തം ഗുരുനാഥ കൂടിയായ സുഗതകുമാരി പക്ഷേ കോൺഗ്രസുകാർ മറന്നുപോകുന്നത് ചിലത് ഓർമ്മിപ്പിക്കാനാണ് ശ്രമിച്ചത്. പണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ ചോരയിൽ മുക്കി കൊന്നുകൊണ്ടിരുന്ന കാലത്ത് വന്ദേ മാതരം എന്ന് വിളിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടി നിർഭയരായി കഴുകുമരത്തിലേക്ക് കയറിയ രക്തസാക്ഷികളുണ്ടായിരുന്നു. വന്ദേ മാതരം ആരുടെയും സ്വന്തം വകയല്ല, ഈ രാജ്യത്തിൻ്റെതാണ്. ആദ്യത്തെ ഒരു 6 വരിയെങ്കിലും നിങ്ങൾക്കെടുത്ത് ചൊല്ലാൻ ഈ കോൺഗ്രസ് ഉപേക്ഷിക്കരുത്. കോൺഗ്രസ് ഗാന്ധിയെ ഉപേക്ഷിച്ച പോലെ വന്ദേ മാതരം ഉപേക്ഷിക്കരുത്. നിങ്ങൾക്കുണ്ടായ ക്ഷീണം ഞാൻ കടുപ്പിച്ചേ പറയാൻ എനിക്കറിയാവൂ, അത്രയ്ക്ക് വേദന ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് കോൺഗ്രസിനുണ്ടായ വീഴ്ച, ഏറ്റവും വലിയ ദൗർബല്യം മഹാത്മാഗാന്ധി എന്നയാളെ ഹൃദയത്തിൽ നിന്ന് മാറ്റി എവിടെയോ ചുവരിലേക്ക് ഇരുത്തി എന്നുള്ളതാണ്. ഗാന്ധിജിയെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ നേതാവായി നിങ്ങൾ അംഗീകരിച്ചിരുത്താത്തിടത്തോളം കാലം ഈ മദ്യത്തിനുള്ള എതിർപ്പൊന്നും ഫലവത്താകില്ല, ബലവത്താകില്ല. മുകേഷിനെ കൊല്ലത്ത് കാണാനില്ലെന്ന് പ്രചാരണം നടത്തിയവർ ഒരു കാര്യം ഓർക്കണം. വർഷത്തിൽ 1-2 സിനിമയിൽ അഭിനയിക്കാൻ പാർട്ടി മുകേഷിനെ അനുവദിച്ചിട്ടുണ്ട്. മകൻ കൂടി സിനിമാ രംഗത്ത് വന്നുവെന്ന് വെച്ച് സിനിമാ രംഗത്ത് നിന്ന് റിട്ടയർ ചെയ്യാൻ മുകേഷിന് സമയമായിട്ടില്ല. കൊല്ലത്തുകാർക്ക് ഒരാവശ്യം വന്നാൽ മുകേഷ് അപ്പോൾ അവിടെ ഉണ്ടാവും. കൊല്ലത്തിനു വേണ്ടി രാജ്യത്തിന് പുറത്തുള്ള സ്റ്റേജ് ഷോകൾ പോലും മുകേഷ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ സിനിമയിൽ ഈ വിദേശ യാത്രകൾ അല്ലെങ്കിൽ വിദേശ സ്ഥലത്ത് സ്റ്റാർ ഷോസ് നടത്തുന്ന പരിപാടികളുണ്ട്. എത്രയോ കൊല്ലമായിട്ട് മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ പോയി സ്റ്റാർ ഷോസ് നടത്താറുണ്ട്. പക്ഷേ 1.5 മാസം മിനിമം അതിനുവേണ്ടി മാറ്റിവെക്കണം. അത്തരത്തിലുള്ള പരിപാടികൾ ഇനി കുറേ കാലത്തേക്ക് ഞാൻ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എവിടെ ഷൂട്ടിങ്ങിന് പോയാലും 4 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് കോൺസ്റ്റിറ്റ്യുവൻസി വന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായതുകൊണ്ടാണ് രണ്ട് സ്ഥലത്തുള്ള ആൾക്കാരും സജീവമായി വളരെ സ്നേഹത്തോടുകൂടി എന്നോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും എങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ശ്രീനിവാസന്റെ തിരക്കഥകൾ. കുറേ കാലഘട്ടങ്ങളിലായിട്ട് ഏകദേശം 45,83,000 തിരക്കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തിരക്കഥ, പകല് ഞങ്ങൾ ഈ തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കും. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. നടൻ ശ്രീനിവാസന്റെ കൈവശം തിരക്കഥ വായിക്കാൻ നൽകുന്നവർ ശ്രദ്ധിക്കുക. ഒറിജിനൽ തിരക്കഥ നൽകിയാൽ തിരിച്ചു കിട്ടില്ല. കാരണം ലക്ഷക്കണക്കിന് തിരക്കഥകളാണ് ശ്രീനിവാസനെ വായിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ തിരക്കഥകൾ തലയിലേറ്റി ആവശ്യക്കാരോട് തിരക്കഥ വേണോ എന്ന് വിളിച്ചു നടക്കാനൊന്നും ശ്രീനിവാസനില്ല. സിനിമ എടുക്കാൻ തിരക്കഥ വേണ്ടവർക്ക് ശ്രീനിവാസനെ സമീപിക്കാവുന്നതാണ്. ഈ കുറേ കാലഘട്ടങ്ങളിലായിട്ട് ഏകദേശം 45,83,000 തിരക്കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും തിരക്കഥ എഴുതാത്ത ഒരാളുമില്ല. അത് ഈ വായിക്കുക എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറയും, അന്ന് ഞാൻ തന്ന ആ തിരക്കഥ ഒന്ന് തിരിച്ചു തരണം. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തിരക്കഥ, പകല് ഞങ്ങൾ ഈ തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കും. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. അങ്ങനെ ഈ 45 ലക്ഷത്തിൻ്റെ അകത്തുനിന്ന് എങ്ങനെ പരിധി എവിടെ നിന്ന് എടുക്കാനാണ്? അപ്പോൾ ഞാനിത് വലിയൊരു പ്രശ്നമായപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി എല്ലാവരോടും, നിങ്ങളിതിൻ്റെ കോപ്പി മാത്രമേ തരാവൂ, ഈ തന്നത് വായിച്ചു കഴിഞ്ഞ ശേഷം തിരിച്ച് ചോദിക്കരുത്. കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇത്രയൊന്നും സാധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുക. ഒരു ദിവസം കോരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടയിലുള്ള 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചോണ്ട് പോയി. പ്രിയദർശനോ? ഇത് പലതും ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അഭിപ്രായം പറയാൻ, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വെക്കാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള
തിരക്കഥകളാണ്. ഒറിജിനൽ തന്ന ആളുകൾക്ക് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ആരും തരരുത്. തന്നാൽ തന്നെ ഞാൻ തിരിച്ചു തരില്ല. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. കലയ്ക്കോ ജീവിതത്തിനോ എന്നൊക്കെ വലിയ വലിയ തർക്കങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. സിനിമ എന്ന കലാരൂപത്തിൻ്റെ ധർമ്മം സംബന്ധിച്ച് അങ്ങനെ വലിയ അവകാശവാദമൊന്നും ശ്രീനിവാസനും ഇല്ല. ഇവിടെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, നെൽസൺ മണ്ടേല ഉണ്ടായിരുന്നു, മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടായിരുന്നു, പിന്നെ ഖുറാനുണ്ട്, ബൈബിളുണ്ട്, ഭഗവത്ഗീതയുണ്ട്. അങ്ങനെ ഒരുപാട് ആശയങ്ങൾ, മനുഷ്യനെ നന്നാക്കാനുള്ള ആശയങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ആളുകൾ നേരെയാവുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇതൊക്കെ ഉണ്ട്. എന്നിട്ടാണ് സിനിമയിൽ കൂടി ആളുകളെ നന്നാക്കുന്നത്. ഇത് നടക്കാത്ത കാര്യമാണെന്ന് ഞാൻ സിനിമയിൽ കൂടി അല്ലാതെയും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും തത്വശാസ്ത്രം പഠിപ്പിക്കാനോ ഇതിനൊന്നും പ്രയോജനപ്പെടുന്നതല്ല. ഈ ലൂമിയർ ബ്രദേഴ്സ് സിനിമ ഉണ്ടാക്കിയത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ലഞ്ച് അവർ ലൂമിയേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ല, നമ്മൾ ഭഗവത്ഗീത വായിച്ചാൽ മതി നന്നാവാനാണെങ്കിൽ, ഖുറാനും ബൈബിളും എടുത്ത് വായിച്ചാൽ മതി. സിനിമ കാണാൻ അതിലൂടെ സാമൂഹ്യ ബോധം ഉണ്ടാവുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. സിനിമയിൽ കൂടെ ജനങ്ങളെ നന്നാക്കാം, അത്തരം വ്യാമോഹമൊന്നും വെച്ച് പുലർത്തണ്ട. സിനിമയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ശ്രീനിവാസൻ പ്രതികരിച്ചു കണ്ടില്ലെന്ന പരാതിയുണ്ട്. അതുകൂടി മനസ്സിൽ വെച്ചുള്ളതാവാം ശ്രീനിവാസൻ്റെ ഈ വാക്കുകൾ. ഒരിക്കലും വിജയം ആണ് ഏറ്റവും അപകടകരം. പരാജയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് വിജയിക്കാൻ ശ്രമിക്കും. വിജയം വന്നു കഴിഞ്ഞാൽ ഇനിയൊന്നും നോക്കാനില്ല എന്നുള്ള ധിക്കാരം വരും. അതാണ് ഏറ്റവും അപകടകരമായ സംഭവം എന്ന് പറയുന്നത്. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.